ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു നൈറ്റി ബിറ്റാണ് കേട്ടോ. അപ്പം ഇത് 53 ഇഞ്ചിലാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചുരിദാർ കട്ട് നൈറ്റിയാണേ. 39 ചെസ്റ്റ് സൈസുള്ള ഒരാളിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചുരിദാർ കട്ട് നൈറ്റി ആയതുകൊണ്ട് തന്നെ നെക്കിലേക്ക് നമ്മളൊരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ബാക്കി കട്ടിങ് എല്ലാം തന്നെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുത്തു. ഇനി നെക്കിൻ്റെ അകലമാണേ. നെക്കിൻ്റെ അകലം 2.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ബാക്കിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 6 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു യു പോലെയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ടുള്ള യൂനെക്കാണേ. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തു. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 2 പീസും കൂടി ചേർത്ത് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പീസ് മാത്രം പിടിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇത് ഈ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ മുകളിൽ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സ്ലീവ് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത ആ ഒരു സൈഡ് ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് മാർക്കിംഗ് കൊടുത്ത ശേഷം ബാക്കി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു 9.5 ഇഞ്ച് വിട്ട് കിട്ടുന്ന രീതിയിലും 3 ഇഞ്ച് താഴത്തേക്കും മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി താഴത്തെ വിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നെക്കിലേക്ക് കൊടുക്കുന്ന ഡിസൈൻ സ്ലീവിൻ്റെ താഴെ ഭാഗത്തും കൂടി കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് നെക്കിലേക്കുള്ള ഒരു ഡിസൈനുള്ള പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അടിയിലിട്ടിരിക്കുന്ന ഈ ഒരു റെഡ് പീസിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം 2 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഈ ഒരു നെക്ക് പാറ്റേൺ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത ഷോർട്സിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുഴുവനായി ഉൾപ്പെടുത്താൻ കഴിയാത്തതിനാലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്